ഡിവൈഎഫ്ഐ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ജില്ലാ കേന്ദ്രങ്ങൾക്കകത്ത് നടത്തുകയാണ്. പ്രധാനമായും നമ്മൾ ഉന്നയിക്കുന്ന വിഷയം ട്രെയിൻ യാത്രാ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ടാണ്. ഇത് യഥാർത്ഥത്തിൽ വലിയ കൊള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നത്. ഈ വർഷം രണ്ടാം തവണയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 1 മുതൽ വർധനവ് പ്രാബല്യത്തിൽ വന്നതാണ്. ഇപ്പോൾ ഇത് ഡിസംബർ 26 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരികയാണ്. ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ഇരുട്ടടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ വേണ്ടി പോകുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് മൊത്തം പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും യുവജന വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ് ഇപ്പോൾ കേന്ദ്രത്തിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2.5 ലക്ഷത്തിൽ പരം ഒഴിവുകൾ ഇപ്പോൾ നികത്താതെ കിടക്കുകയാണ്. അവിടെ നിയമനങ്ങളേ നടക്കുന്നില്ല. ഏതാണ്ട് 4 ലക്ഷത്തോളം പേരെ ഒഴിവാക്കി കഴിഞ്ഞു. അത് കഴിച്ചുള്ള 12 ലക്ഷത്തിൽ പോലും 2 ലക്ഷത്തി സംതിങ്ങോളം ഇപ്പോൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് കിടക്കുകയാണ്. അതിൽ പോലും നിയമനം നടത്തുന്നില്ല. അങ്ങനെ യുവജന വിരുദ്ധമായ ഒരു ഗവൺമെൻറ്റായി ഇത് മാറിയിരിക്കുകയാണ്. എല്ലാ യാത്രക്കാരെയും കൊള്ളയടിക്കുന്ന നിലയിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. റെയിൽവേ ബഡ്ജറ്റ് പോലും ഒഴിവാക്കി റെയിൽവേ വികസനം സാധ്യമാകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നിരവധിയായ എതിരഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ട് പോലും അതൊന്നും പരിഗണിക്കാൻ കഴിയാത്ത ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. ഇതൊരു സൂചനാ സമരമാണ്. വരും ദിവസങ്ങൾ അതിശക്തമായ പ്രക്ഷോഭം കേന്ദ്ര നയത്തിനെതിരായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്.